അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയൊന്നും പണിയില്ല. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണേ. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഈ മുട്ട ഇട്ടെടുക്കുന്നത് പറഞ്ഞാൽ നല്ലൊന്ന് സോഫ്റ്റായി കിട്ടാനും അതുപോലെ ഒന്ന് വേഗം വെന്ത് കിട്ടാനൊക്കെയാണ് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്താൽ നല്ല രുചിയാണ് കേട്ടോ. ഉപ്പും പഞ്ചസാരയൊക്കെ ഒരുമിച്ച് വരുമ്പം നല്ല രുചിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ലോണം ഒന്ന് സോഫ്റ്റ് ആണത് വരെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ട് അനുസരിച്ച് അതിനെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള അളവിനനുസരിച്ചാണ് കേട്ടോ എടുത്തത്. ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുറച്ച് നേരം നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം മൂടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ബോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. അല്ലാതെ ഹാർഡായി പോകും. ഹാർഡാവാതെ വെക്കാനാണ് അതൊന്ന് മൂടി വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പലകയിൽ വെച്ചിട്ടൊന്ന് വലിച്ച് നീട്ടിയെടുക്കണം. നമ്മളിപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ ഇത് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം കറി വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഇനി വേണവർക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അതുപോലെ എടുത്ത് കഴിക്കാൻ നല്ല രസമാണ്, നല്ല രുചിയുണ്ടാവും. ഇതിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ബോളാക്കി വെക്കുക. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമല്ലേ ഇപ്പം വീട്ടിൽ. അപ്പോൾ അവരൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി. കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ രാവിലെ എന്താണ് ഫുഡ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷനൊന്നും ആവണ്ട. ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക രാവിലെയും വൈകുന്നേരമൊക്കെ. പ്രമേഹം അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അരിഭക്ഷണമൊക്കെ കഴിക്കണാട്ടി നല്ലതാണ് ഈ ഒരു ഗോതമ്പം കഴിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. നല്ലോണം കട്ടി കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് എണ്ണ തൂവി കൊടുത്ത് ഇതുപോലെ എണ്ണ തൂവി എടുക്കണം. അങ്ങോട്ട് പൊടി ഇട്ട് കൊടുക്കണം. പൊടി ഇട്ടിട്ട് കൊടുക്കാൻ ഞാൻ ഒട്ടി പിടിക്കും കേട്ടോ. അതിനാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓരോന്നും പരത്തിയെടുത്ത് ഓരോന്നും നമ്മൾ പരത്തിയെടുത്ത് മടക്കിയെടുക്കണം. ഈ മടക്കിയെടുത്തത് ഇനിയും വേണം നമ്മളൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ ഓരോന്നും പരത്തിയെടുക്കുക. നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടായിട്ട് അതിലൊന്നിട്ട് ചുട്ടെടുക്കുക. രണ്ട് ഭാഗത്ത് എണ്ണ തൂവി കൊടുക്കണം കേട്ടോ. ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ എണ്ണ തൂവിയിട്ട് ഇതുപോലെ എണ്ണ തൂവി കൊടുക്കണം. രണ്ട് സൈഡിലും വേണം എണ്ണ തൂക്കി കൊടുക്കുക. എന്നാലേ ഒന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വെക്കേഷനല്ല, ഇതുപോലെ ഒന്നാണ്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ.